Hello dears, welcome back to Thunder Kitchen Recipes. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഐറ്റമാണ് അവിയൽ. അവിയലില്ലെങ്കിൽ ഒരു സദ്യ ആവില്ല. അവിയലാണ് മെയിനായിട്ടും നമ്മൾ സദ്യയിൽ ഉൾപ്പെടുത്തുന്നത്. മറ്റ് ഐറ്റംസൊക്കെ നമ്മൾ ഒഴിവാക്കിയാലും അവിയലും ഓലനും ഇല്ലാത്ത സദ്യയില്ല. അപ്പോൾ നമുക്ക് ഈ അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അവിയലിലേക്ക് ചതച്ചിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എരിവിനുള്ള ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ 3/4 ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ചാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ തേങ്ങയ്ക്ക് ഒരു ചെറിയ ഉപ്പ് രസം വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട്. ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. പാനിലേക്ക് നമുക്ക് അവിയൽ കഷ്ണങ്ങൾ ചേർക്കാം. ഞാനിതിന് ഒരു തക്കാളി, മുരിങ്ങയ്ക്ക, പച്ചക്കായ, ഉരുളക്കിഴങ്ങ്, കുമ്പളങ്ങ, പിന്നെ ഒരു ചെറിയ വഴുതനങ്ങ, പിന്നെ കുറച്ച് കോവക്ക, കൊത്തമര, കുറച്ച് അച്ചിങ്ങ, ഇത്രയും പച്ചക്കറികളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് വേണ്ട ടേസ്റ്റിനുള്ള ഉപ്പും പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർക്കുക. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഹീറ്റിൽ 3 മിനിറ്റ് കുക്ക് ചെയ്യാം. 3 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പുളിക്ക് വേണ്ട മാങ്ങയോ അല്ലെങ്കിൽ വാളംപുളിയുടെ നീരോ ചേർക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ വാളംപുളിയുടെ കട്ടിയായിട്ടുള്ള നീരാണ് ചേർക്കുന്നത്. കൂടുതൽ വെള്ളത്തിൻ്റെ അംശം വരാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് നമുക്ക് ഈ കഷ്ണങ്ങൾ വേകുന്നത് വരെ കുക്ക് ചെയ്യാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ നമ്മളിപ്പോൾ കുക്ക് ചെയ്തത്. നമ്മൾ പുളിവെള്ളമൊക്കെ ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലാണ് 5 മിനിറ്റ് കുക്ക് ചെയ്തത്. ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. വേപ്പില അവസാനമാണ് ചേർക്കുന്നതെങ്കിലും ഇടയ്ക്ക് ഇതേപോലെ ചേർത്തിട്ട് മൂടി വെച്ച് 1 മിനിറ്റ് കുക്ക് ചെയ്താൽ ഈ അവിയലിന് പ്രത്യേക ടേസ്റ്റാണ്. ഇതിലേക്ക് ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും പച്ചമുളകും ജീരകവും കൂടി ചതച്ച് വെച്ചതാണ്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ വേപ്പിലയും ഈ ചതച്ച തേങ്ങയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് 1 മിനിറ്റ് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ചൂടാവും. കൂടുതൽ ചൂടാകേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ വേപ്പിലയൊക്കെ ചേർത്തിട്ട് ചൂടായപ്പോഴേക്കും നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് പച്ചവേപ്പിലയും കൂടി ചേർത്തിട്ട് മൂടി വയ്ക്കുക. എന്നിട്ടിത് നമ്മൾ വിളമ്പാൻ സമയമാകുമ്പോഴേക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വിളമ്പാവുന്നതാണ്. നമ്മൾ സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റുള്ള അവിയലാണിത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ്, ബീൻസൊക്കെ ചേർക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നമ്മളുടെ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട്. സദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റമാണ് അവിയൽ. ഇതുപോലെ കുറച്ച് കൂടുതൽ വേപ്പിലയൊക്കെ ചേർത്തൊന്ന് ചൂടാക്കിയൊക്കെ എടുത്താൽ വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ അവിയൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓണത്തിന് എല്ലാവരും സദ്യയിൽ ഈ അവിയൽ ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയിൽ കാണാം. താങ്ക് യു.